നമസ്കാരം എല്ലാ പ്ലസ് വണ്ണിലെ കുട്ടികൾക്കും. നമ്മൾ മോഷനിനെ പ്ലെയിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് കയറി. നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞുതരാം. പക്ഷെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. 10ാം ക്ലാസ്സിൻ്റെ 1000 ഇരട്ടിയില്ല 100 ഇരട്ടിയെങ്കിലും ഉണ്ട് എന്നുള്ള ഉറപ്പിച്ചു നിങ്ങൾ. അതുപോലെ ഫിസിക്സ് പഠിക്കാനുണ്ട്. അന്നേരം ഇപ്പോഴും ഓൺലൈനിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ രജിസ്ട്രേഷൻ റെഗുലർ അല്ല, റെഗുലറിന് എനിക്ക് ഓൾറെഡി കുട്ടികളുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൻ്റെ കേരളത്തിലുള്ള ബാക്കിയുള്ള കുട്ടികൾ, ജില്ലയിലുള്ള കുട്ടികളെല്ലാം വിളിച്ച് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുള്ള ഒരുപാട് പ്രത്യേകത നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം അതിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകതകളൊന്നാണ് കൃത്യമായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഫുള്ള് നോട്ട്സ് കവർ ചെയ്ത് തരും. ഏറ്റവും ക്രീമായിട്ടുള്ള നോട്ട്സ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാനുള്ള നോട്ട്സ്. അത് നിങ്ങൾക്ക് നോട്ട്സ് കാണുമ്പോൾ അറിയാം. അന്നേരം അങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ്, ഇൻട്രാക്ഷൻ, ഡൗട്ട് ക്ലിയറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നു. വളരെ ചെറിയ അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം തന്നെ പറയുമല്ലേ, വളരെ നോർമൽ ഫീ. അത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ എന്നെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽസ്. അന്നേരം അതെല്ലാം നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക. അന്നേരം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സിലറേഷൻ ആൻഡ് ആംഗുലർ ആക്സിലറേഷൻ. കഴിഞ്ഞ ക്ലാസ് ഞാൻ വളരെ വ്യക്തമായിട്ട് ക്ലാസ് ആയിട്ടുള്ളത് അറിയാം. ഈ ലീനിയറും ആംഗുലറും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയും. സ്ട്രെയിറ്റ് ലൈനിനകത്തുള്ളത് ലീനിയറും, സർക്കുലർ ആയിട്ടുള്ളത് ആംഗുലറും. അതായത് ലീനിയർ ആക്സിലറേഷൻ ആണ് സാധാരണ ആക്സിലറേഷൻ, വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. സാധാരണ ആക്സിലറേഷൻ ഡിനോട്ട് ലെറ്റർ എ, ആംഗുലർ ആക്സിലറേഷൻ ഡിനോട്ട് ലെറ്റർ ആൽഫ. അന്നേരം എയും ആൽഫയും തമ്മിലുള്ള റിലേഷൻ. എന്നിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു ഇക്വേഷൻ. ഈ ഇക്വേഷൻ പിന്നീട് ഞാൻ ഡെറൈവ് ചെയ്ത് തരാവുന്നതാണ്. V = R⍵. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി നമ്മൾ പഠിച്ചതാണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ്. നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് ഒരു പ്രത്യേക തരം ഒരു ടോപ്പിക്ക്, ഒരു ടേം വരാൻ പോവാണ്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി. ഞെട്ടിയോ? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു. നിങ്ങൾ വിത്ത് റെസ്പെക്ട് എന്നൊക്കെ എഴുതിയേക്കണേ. വിത്ത് റെസ്പെക്ട് ടു ടി. ഇത് മാത്സിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ടോപ്പിക്കാണ് ഈ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം നമുക്ക് ചെറിയ തോതിലും വലിയ തോതിലും ഒക്കെ പഠിക്കാനുണ്ട്. ഫിസിക്സാണ്. അതാണ് ഫിസിക്സ് ഇത്രയും ടഫായി മാറിയത്. അത് നമുക്ക് നോക്കാം ഇതെങ്ങനെ ചെയ്യുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പം x = y(z). ഇതിനെ നമ്മൾ രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ എഴുതണം. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അഗാധ തലങ്ങളിലേക്ക് ഡിഫറൻഷിയേഷൻ ഒന്നും വേണ്ട. d/dt ഓഫ് x രണ്ട് സൈഡിലും d/dt കൊണ്ട് ഗുണിക്കുന്നു. അത് മനസ്സിലായല്ലോ. y(z). ഈ സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞാൽ t വെച്ച് ഡിഫറൻഷിയേറ്റ് പറഞ്ഞാൽ d/dt ഓഫ് x ഈ സൈഡിൽ d/dt ഓഫ് y(z). d/dt ഓഫ് x എന്ന് പറഞ്ഞാൽ dx/dt. ഇവിടെ എക്സാമ്പിൾ ഇപ്പം z കോൺസ്റ്റന്റ് ആണ് എന്ന് വിചാരിക്കും. z ആണ് കോൺസ്റ്റന്റ് എങ്കിൽ z പുറത്തെടുക്കാം. ബാക്കിയുള്ളതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. z ഇൻറ്റു ബാക്കി എന്തുണ്ട് y, അന്നേരം dy/dt. ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് തുടങ്ങി. a = bc. നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പറയണേ. c കോൺസ്റ്റന്റ് അവിടെ രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്തുവാ? d/dt ഓഫ് a d/dt ഓഫ് bc. c കോൺസ്റ്റന്റ് ആണ് ഞാൻ പറയുകയും ചെയ്തു. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? da/dt c കോൺസ്റ്റന്റ് അത് പുറത്തെടുത്തു dv/dt. ഇത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞേ. d/dt ഓഫ് v. ഇത് കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാകും ഇപ്പോ ഡിഫറൻസിയേഷൻ. d/dt ഓഫ് r⍵. d/dt ഓഫ് v എന്ന് പറഞ്ഞാൽ dv/dt. dv/dt ഇവിടെ r കോൺസ്റ്റന്റ് ആണ്. അന്നേരം r ഇൻറ്റു d⍵/dt. നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി. ശരിക്കും ശ്രദ്ധിച്ച് നല്ലപോലെ പഠിച്ചു പോകുന്നവരാണെങ്കിൽ, ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുന്നവരാണെങ്കിൽ, എല്ലാ ക്ലാസ്സും കേൾക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഉത്തരം പറയും. dv/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. dv/dt ആക്സിലറേഷൻ ആണ്. ഇനി ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്
ഡി ഒമേഗ ബൈ ഡി ടി. ആംഗുലർ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സലറേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആൽഫ. A is equal to r alpha. Relation between linear acceleration and angular acceleration, A and alpha. ഇത്രയും പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, പെട്ടെന്ന് മനസ്സിലാക്കാൻ. കാരണം മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് പോകാം. ഇതിന് 2 മാർക്കും 3 മാർക്കിനും ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സെക്ഷനാണ് റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ. ക്ലിയർ? ഓക്കെ. അന്നേരം അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്ത് ലാസ്റ്റ് ടോപ്പിക്കാണ്. 4 മാർക്കിനും 5 മാർക്കിനും വരെ ചോദിക്കാം. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണ്ടേ? പഠിക്കാം, ഉറപ്പായിട്ട് പഠിച്ചില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക് 4 മാർക്സ് ഓർ 5 മാർക്ക് ക്വസ്റ്റ്യൻ. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എന്താണ് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ? നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ട വാക്കുകളായിരിക്കും ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ. എന്താണ് ഈ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ? ഇപ്പം നമ്മളൊരു സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റന്റ് സ്പീഡായി. ഒരു സർക്കുലർ മോഷന്റെ പ്രത്യേകത അതല്ലേ, ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എന്ത് സ്പീഡ്? കോൺസ്റ്റന്റ് സ്പീഡായിരിക്കും. പക്ഷേ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു സർക്കുലർ പാത്ത്. ഇതിൻ്റെ അകത്തൂടെ മൂവ് ചെയ്യുമ്പം കോൺസ്റ്റന്റ് സ്പീഡിലൂടെ ആയിരിക്കും പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഈ പാർട്ടിക്കിൾ ഇവിടെ വരുമ്പം ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടോട്ട് വരുമ്പോൾ അടുത്ത പൊസിഷൻ വരുമ്പോൾ ഇതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടായിരിക്കും വെലോസിറ്റി ഡയറക്ഷൻ. ഇവിടോട്ട് വരുമ്പോൾ ഇങ്ങോട്ടാണ്. എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. അന്നേരം ആലോചിക്കുക, ഒരു കോൺസ്റ്റന്റ് ഒരു സർക്കുലർ പാത്തിലൂടെ കോൺസ്റ്റന്റ് സ്പീഡിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. പക്ഷേ വെലോസിറ്റി ഓഫ് ഡയറക്ഷൻ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഡയറക്ഷന്റെ വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ അവിടെ ആക്സലേഷൻ ഉണ്ടാവുകയാണ്. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്സലേഷൻ എന്ന് പറയുന്നത്. ആ ആക്സലേഷനെ പറയുന്ന പേരാണ് സെൻട്രിപിറ്റൽ ആക്സലേഷൻ. അത് ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും. പക്ഷെ അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ചേഞ്ച് ചെയ്യും. അന്നേരം വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സലേഷൻ പറയുന്ന പേരാണ് എന്ത്, സെൻട്രിപിറ്റൽ ആക്സലേഷൻ. ഇനി അതിന് വേറൊരു പേര് പറയും, സെൻട്രൽ ആക്സലേഷൻ എന്ന് പറയും. എന്താ പറയോ, ദി ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ ഈസ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. ഇതാണ് അതിന്റെ സെന്റർ എങ്കിൽ അതിന്റെ ആക്സലേഷന്റെ ഡയറക്ഷൻ മൊത്തം അതിന്റെ സെന്ററിലോട്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഓട്ടം അത്ലറ്റുകൾ ഈ റൗണ്ടിൽ ഇങ്ങനെ സർക്കിളിലൂടെ ഓടത്തില്ലേ, ഒരിക്കലും അവർ പുറത്തോട്ട് വീഴത്തില്ല. കാരണം സെന്ററിലൂടെ ഒരു ആക്സലേഷൻ ഉണ്ട്. അതിങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുന്നതുകൊണ്ടാണ് അവർ പുറത്തോട്ട് വീഴാതിരിക്കുന്നത്. തളർന്നൊക്കെ വീഴുമായിരിക്കും, അല്ലാതെ വീഴത്തില്ല. അന്നേരം വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ദി ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ ഈസ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. എന്താണ് ഞാൻ സെൻട്രിപിറ്റൽ ആക്സലേഷൻ എന്ന് പറഞ്ഞു? ദി ഡയറക്ഷൻ ഓഫ് ആക്സലേഷൻ എവിടെയാണെന്ന് പറഞ്ഞു, ഈസ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി സർക്കിളിന്റെ സെന്ററിലോട്ടായിരിക്കും. ഇനി നമുക്ക് ഇന്ന് എന്ത് പഠിക്കണം? ഡെറിവേഷൻ പഠിക്കണം. ഈ 2 ഡയഗ്രം ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഡെറിവേഷൻ ഉണ്ടാകുമ്പോഴത്തേന് ചാപ്റ്റർ മോഷനെ ക്ലിയർ ആവും. അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. വെക്ടറിന്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അന്നേരം നമുക്ക് സെൻട്രിപിറ്റൽ ആക്സലേഷൻ ചെയ്യും. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. നമ്മൾ എന്താണ് സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഓൾറെഡി പറഞ്ഞു. സെൻട്രിപിറ്റൽ ആക്സലേഷന്റെ ഡെറിവേഷനിലോട്ട് പോവാം. ഓക്കെ, ആണ് ഈ 2 ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർ ഈ ഡയഗ്രാം വരയ്ക്കും, ഈ ഡയഗ്രാം വരയ്ക്കത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 2 ഡയഗ്രത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തോ. ഇതൊരു സർക്കുലർ പാത്താണ്, കാണുന്നുണ്ടല്ലോ അല്ലെ? സർക്കുലർ പാത്താണ്. ഇതിനകത്തൊരു പാർട്ടികളുണ്ട് പി. ആ പിയുടെ സഞ്ചരിക്കുന്ന വെലോസിറ്റിയാണ് v1. ഈ പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ മറ്റൊരു പൊസിഷൻ വന്നാണ് q. അന്നേരം അതിന്റെ വെലോസിറ്റിയാണ് v2. പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ അതിന്റെ വെലോസിറ്റി v1. മറ്റൊരു പാർട്ടിക്കിൾ അല്ല q. പി എന്ന് പറയുന്ന പാർട്ടിക്കിൾ സഞ്ചരിച്ച് മറ്റൊരു പൊസിഷൻ വന്നപ്പം അതിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ആണ് v2. മൊത്തത്തിൽ സഞ്ചരിക്കുന്ന ആംഗിൾ വെലോസിറ്റിയാണ് ഒമേഗ. ഇനി ഇതിനകത്തൊരു ട്രയാംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒ പി ക്യു അല്ലെങ്കിൽ പി ഒ ക്യു. സെന്റർ മുതൽ ഒ മുതൽ പി വരെ ഡിസ്റ്റൻസ് r1, ഒ മുതൽ ക്യു വരെ ഡിസ്റ്റൻസ് r2. ഇതിനിടയിലുള്ള ആംഗിൾ ഡെൽറ്റ തീറ്റ, സ്മോൾ ആംഗിൾ.
ഇത് എല്ലാവർക്കും ഒരു സംശയം വരാം. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വി ഇൻറ്റു ഡെൽറ്റ ടി. ഇതെല്ലാം വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സംശയം വരാൻ പാടില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ഉത്തരത്തിലോട്ട് കയറി വരാം. നോക്കണം, പിക്കും ക്യൂവിനും ഇടയിൽ, പി എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനും ക്യൂ എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷനും. ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഇടയിലുള്ള ദൂരത്തെ പറയുന്നവരാണ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഇല്ലയോ? ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിക്കും ക്യൂവിനും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വി ഇൻറ്റു ചെറിയ ടൈം ഇന്റർവൽ ആയതുകൊണ്ടാണ് ഡെൽറ്റ ടി നൽകി. പിക്കും ക്യൂവിനും ഇടയിൽ വി ഇൻറ്റു ഡെൽറ്റ ടി നൽകിയതിന് കൃത്യമായ കാരണം മനസ്സിലായതാണ്. ഇതാണ് വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് ഇവരുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വി ഇൻറ്റു ടൈം വരും ഡെൽറ്റ ടി. ഇത്രയും ഈ ഡയഗ്രത്തിൽ നിന്ന് വളരെ സിമ്പിൾ ആണ്. ഇതേ ട്രയാങ്കിളിന്റെ കൂടെ വേറൊരു ട്രയാങ്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, എ ബി സി. അതിനിടയിലുള്ള ആംഗിളും ഡെൽറ്റ തീറ്റയാണ്. എ ബി കിടയിലുള്ള വെലോസിറ്റി V1, ബി സി കിടയിലുള്ളത് V2. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എ ബി കിടയിലുള്ള ഡെൽറ്റ. ഇതേ ഒരു ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിൾ വരച്ചേക്കുന്നു. ആ ട്രയാങ്കിൾ പ്രത്യേകം പറഞ്ഞുതരാം. എ ബി കിടയിലുള്ളത് എ സി കിടയിലുള്ളത് V1, ബി സി കിടയിലുള്ളത് V2, എ ബി കിടയിലുള്ളത് ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഡെൽറ്റ വി. ഈ രണ്ട് ട്രയാങ്കിളിലെ പ്രത്യേകം നിങ്ങൾ നോക്കി, എന്തെങ്കിലും പ്രത്യേകം നിങ്ങൾ കാണുന്നുണ്ടോ? ശരിക്കും നോക്കി, ഒരു കാര്യം സെയിം ആണ്. അതിനകത്ത് രണ്ടിന്റെ ആംഗിൾ സെയിം ആണ്, ഡെൽറ്റ തീറ്റ. രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾ സെയിം ആണെങ്കിൽ ആ ട്രയാങ്കിളിനെ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയും. നിങ്ങൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത അതിന്റെ സൈഡുകൾ തമ്മിൽ പ്രൊപ്പോർഷൻ ആയിട്ട് അല്ലെങ്കിൽ റേഷ്യോ ആയിട്ട് എടുക്കാം. സെയിം സൈഡുകൾ തമ്മിൽ റേഷ്യോ ആയിട്ടൊക്കെ എടുക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നോക്കി, ആദ്യം ചെയ്ത് നമ്മൾ നോക്കി, ഒ പി ഈസ് ഈക്വൽ ടു R1. എല്ലാം വെക്ടറിലാണ്. ഒ പി എന്ന് പറയുന്നത് ശരിയാണ്, ഒ പി എന്ന് പറയുന്നത് R1 ആണ്. ഒ ക്യൂ എന്ന് പറയുന്നത് R2 ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ സെന്റർ മുതലോട്ടോ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസിന്റെ റേഡിയസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അന്നേരം നമുക്ക് ഇങ്ങനെ എഴുതാം, R1 ഈസ് ഈക്വൽ ടു R2 ഈസ് ഈക്വൽ ടു R. അങ്ങനെയാണെങ്കിൽ V1 ഈസ് ഈക്വൽ ടു V2 ഈസ് ഈക്വൽ ടു V. ഇത് രണ്ട് കണ്ടീഷനാണ്, വളരെ ഇമ്പോർട്ടന്റ് കണ്ടീഷനാണ്. R1 R2 R ആണ്, V1 V2 V ആണ്. ഓക്കെ, ഇനി കാരണം നിങ്ങൾ V1 V2 എന്തുകൊണ്ട് V ആയി? ഈ ഡയറക്ഷൻ ഈ മോഡുലസ് കൊണ്ട് അങ്ങ് മാറും. അന്നേരം നമ്മൾ പറയുന്നുണ്ട് വെലോസിറ്റി ഡയറക്ഷനെ ചേഞ്ച് ചെയ്തുള്ളൂ, മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തില്ല. അന്നേരം V1 V2 ഏതാണ്? വിക്ക് തുല്യമാണ്. R1 R2 R തുല്യമാണ്. ഇനി രണ്ട് ട്രയാങ്കിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫ്രം ട്രയാങ്കിൾ POQ and from triangle ABC. ABC are isosceles triangles. From triangle POQ and triangle ABC. ഇനി എടുക്കുന്ന ശ്രദ്ധിച്ചോണം, ഈ ട്രയാങ്കിളിൽ നിന്ന് AB എടുക്കണം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോണം അതെങ്ങനെ എടുക്കുന്നതെന്ന്. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയി. ഇവിടെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ഇതാണ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് PQ. ഇത് തമ്മിൽ റേഷ്യോ ആയിട്ട് എഴുതണം, പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതണം. അന്നേരം AB by PQ. ക്ലിയർ ആയ? അങ്ങനെ നമ്മൾ സൈക്കിൾ തമ്മിൽ എടുക്കുന്നത്. ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെ AB, ഇവിടെ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് PQ. അന്നേരം AB by PQ is equal to, അടുത്തത് എടുക്കുകയാണ് AC. ഇവിടുത്തെ ഏതെങ്കിലും സൈഡ് OP. കാരണം ഈ സൈഡ് എടുത്താലും കുഴപ്പമില്ല, BC by OQ എടുത്താലും സെയിം ആണ്. കാരണം AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും V1 ഉം V2 ഉം Vക്ക് തുല്യമാണ്. R1 ഉം R2 ഉം R ന് തുല്യമാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി. അന്നേരം is equal to AC by ഇവിടെ അതിന് സൈഡ് എന്ന് പറയുന്നത് OP. കാരണം AC എന്ന് പറയുന്നത് V1 ഉം V2 ഉം Vക്ക് തുല്യമാണ്. OP എന്ന് പറയുന്നത് R1 ഇതെടുത്താലും R2 ഏതിന് തുല്യമാണ്? R ന് തുല്യമാണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് ഐസോസെൽസ് ട്രയാങ്കിളിന്റെ കൃത്യമായ പ്രിൻസിപ്പിൾ, അതായത് സെയിം സൈഡുകൾ പ്രൊപ്പോർഷൻ ആയിട്ട് എടുക്കുക. AB by BQ is equal to AC by OP. ഇനി വളരെ ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം അറിയോ, ഡയഗ്രാം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. AB ക്ക് വരെ എന്ത് കൊടുക്കാം? പെട്ടെന്ന് നോക്കി, AB ഡെൽറ്റ വി ബൈ PQ V into delta T is equal to AC V1. പക്ഷേ V1 V2 Vക്ക് തുല്യം, അന്നേരം V എന്ന് എഴുതാം. ബൈ OP R1 R2 R ന് തുല്യം, അന്നേരം R. ഇനി ക്ലോസ് മൾട്ടിപ്ലൈ ചെയ്തേ, ഡെൽറ്റ V into R is equal to V into V square into delta T. ഇനി ഡെൽറ്റ V by delta T is equal to V square by R. ഡെൽറ്റ V by delta T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. A is equal to V square by R.
ബട്ട് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. ബട്ട് വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ. അങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു വിക്ക് പകരം ആർ ഒമേഗ കൊടുക്കാമെങ്കിൽ വി സ്ക്വയർ ആകുമ്പോഴത്തേനും എന്ത് വരും? ആർ ഒമേഗ ദി ഹോൾ സ്ക്വയർ ബൈ ആർ. സിമ്പിൾ ആണ്. ആർ ഒമേഗ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ ആർ. ആറും ആറും വെട്ടിപ്പോയി. വെട്ടാൻ നമുക്ക് ഇഷ്ടമാണ്. ബാക്കി എ ഈസ് ഈക്വൽ ടു ആർ ആറും വെട്ടിപ്പോയി. ഇവിടെ ഒരു ആറുണ്ട്. എ ഈസ് ഈക്വൽ ടു ആർ ഒമേഗ സ്ക്വയർ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1, 2, 3 വട്ടം ഇരുന്ന് കേട്ട് നോക്കുക. ഒന്നുകൂടെ നല്ല വൃത്തിയായിട്ട് കേട്ട് നോക്കുക. നല്ലപോലെ പടം വരച്ച് വൃത്തിയായിട്ട് പടം വരച്ച് പഠിക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക ഡെറിവേഷൻസ്. പഠിക്കുന്നത് വരെ എപ്പോഴും ഓർക്കുക, ഏറ്റവും നല്ല ടിപ്പ് പഠിക്കുന്നവരെ എഴുതി പഠിക്കുക. ഒന്ന് വായിച്ചെല്ലാം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം 1, 2 വട്ടം കേൾക്കുമ്പോഴത്തേനും ക്ലിയർ ആവും. മൈൻഡ് ക്ലിയർ. ചിലപ്പോൾ ഒരു വട്ടം കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ക്ലിയർ ആവും. ഒരു വട്ടം ക്ലിക്കാകാത്തൊരു 1, 2, 3 വട്ടം കേൾക്കുക, മനസ്സിലാക്കുക. ഉറപ്പായിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് മെസ്സേജ് ചെയ്യാം. സാറേ ഏതാണ്ട് ഈ ഭാഗം ഡൗട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സമയത്തിൽ ഉറപ്പായിട്ട് ഞാനത് ഡൗട്ട് ക്ലിയർ തന്നിരിക്കും. അത് സംശയം നിങ്ങൾ വേണ്ട. അന്നേരം ഓൺലൈൻകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ എല്ലാ പ്രിവിലേജസും എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, വിളിക്കാം. ഓക്കെ. ഇതുവരെയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രീഫ് ഫിസിക്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് മണിയൊക്കെ അടിച്ചു വെച്ചേക്കുക. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അതിനുവേണ്ടിയാണ്. അല്ല, സബ്സ്ക്രൈബേഴ്സ് കൂടിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയില്ല. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് വരും. സബ്സ്ക്രൈബേഴ്സ് കൂടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത്രയും പേര് നമ്മളെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു ഒറ്റ ഗുണം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണത്. അന്നേരം ഇത്രയും കാര്യങ്ങൾ പറയുന്നു. അന്നേരം സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഒക്കെ കഴിഞ്ഞു. മോഷൻ നെബിളിന് ഏകദേശം കഴിഞ്ഞു. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതിനടുത്ത ദിവസം അതിൻ്റെ ടിസ്റ്റ് പറയാം. ഓക്കെ. അന്നേരം ഇവിടെ നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, സി യു.